പാലക്കാട് മെഡിക്കൽ കോളേജിനെ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. അധ്യാപകരുടേതുൾപ്പെടെയുള്ള നിയമനങ്ങൾ കരാർവൽക്കരിച്ചത് പ്രതിസന്ധിയുണ്ടാക്കി. കോഴ്സുകൾക്കൊപ്പം ആരംഭിക്കേണ്ട നഴ്സിംഗ്, പാരാമെഡിക്കൽ തുടങ്ങിയ കോഴ്സുകളും കിടത്തി ചികിത്സയും ആരംഭിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യം ഒട്ടുമില്ലാത്ത ജില്ലാശുപത്രിയിലാണ് ഇവ നടക്കുന്നത്. എല്ലാവിധത്തിലും വെച്ചു പുലർത്തുന്ന അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്നും പന്തളം പ്രതാപൻ ആവശ്യപ്പെട്ടു. കുറവാണ് എന്നുള്ള ഒരു ദുഃഖസത്യത്തോടു കൂടിയാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത് എന്നുള്ള ഒരു ദുഃഖസത്യത്തിന് മുമ്പിലാണ് ഞങ്ങൾ ഈ ഒരു ധാരണയുമായി കടന്നു വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊരു സർക്കാരിനെതിരെയുള്ള ഒരു സമരമല്ലിത്. ഈ കോളേജിൽ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ന്യായമായ പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുവാൻ പാടില്ല. അവരുടെ പഠന നിലവാരം, അക്കാദമിക് നിലവാരം ഉയർത്തണമെങ്കിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ കോളേജിൽ ഉണ്ടാകണം. ഫാക്കൽറ്റീസ്, പ്രത്യേകിച്ച് അധ്യാപകരുടെ നിയമനം നടക്കണം. ഇപ്പോൾ പുതിയ അധ്യാപകരെ നിയമിക്കുവാൻ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുക എന്നുള്ളതാണ് നിലവിൽ ഉള്ള നിയമം. കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വർഷക്കാലം ജോലി ചെയ്യുവാൻ ഒരു അധ്യാപകനും തയ്യാറായി, ഒരു ഡോക്ടറും തയ്യാറായി ഈ കോളേജിലേക്ക് വരുന്നില്ല. കാരണം ഒരു ജോലി സ്ഥിരത എന്നുള്ളത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത് ഡോക്ടറായാലും ശരി, അത് എഞ്ചിനീയർ ആയാലും ശരി, ഏത് മേഖലയിൽ നിന്നാളായാലും ശരി, അവർക്കൊരു സ്ഥിരതയുള്ള ജോലി ലഭിക്കണം. പക്ഷേ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്നും ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് എടുക്കുന്ന അധ്യാപകരെയാണ് നിയമിക്കുന്നത് എന്നുള്ള ഒരു വലിയ കുഴപ്പം നിലനിൽക്കുമ്പോൾ ഇവിടേക്ക് ഡോക്ടർമാർ അധ്യാപകരായി ജോയിൻ ചെയ്യുവാൻ തയ്യാറാവുന്നില്ല. വൈസ് പ്രസിഡന്റ് രാജൻ ബാബു അധ്യക്ഷനായി. എം ശശി, പി ഷൺമുഖൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത്, എ കെ ബിന്ദു, ജിത, ധനഞ്ജയൻ, പ്രകാശൻ, വേണു എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.